വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോൺസെപ്റ്റ് ഹൈറാർക്കി എന്താണെന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം എന്തായിരിക്കും പറയുന്നത്? അവൻ ആദ്യം അവൻ്റെ സ്ട്രീറ്റിൻ്റെ പേര് പറയും. അത് കഴിഞ്ഞിട്ടാണ് അവൻ അവൻ്റെ സിറ്റിയുടെ പേരും ഡിസ്ട്രിക്റ്റിൻ്റെ പേരും സ്റ്റേറ്റിൻ്റെ പേരും കൺട്രിയുടെ പേരൊക്കെ പറയുന്നത്. അതായത് മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റയിൽ നിന്നും ജനറൽ ആയിട്ടുള്ള ഡേറ്റയിലേക്ക് പറഞ്ഞു വയ്ക്കുന്നതിനെയാണ് കോൺസെപ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സൂം ഔട്ട് ചെയ്താലാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള വ്യൂ കാണുന്നത്. അതായത് കൺട്രീസ് എല്ലാം കാണുന്നത് എപ്പോഴാണ്? നമ്മൾ സൂം ഔട്ട് ചെയ്യുമ്പോഴല്ലേ. സൂം ഇൻ ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മളവിടെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും പിന്നെ സൂം ഇൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കാണാൻ പറ്റും? ആ ഡിസ്ട്രിക്റ്റിലെ ഓരോ സിറ്റീസും അതേപോലെ ആ സിറ്റി പിന്നെ സൂം ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ സ്ട്രീറ്റ്സും കാണുന്നത്. ഇതേ സെയിം കോൺസെപ്റ്റാണ് കോൺസെപ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത്. എ കോൺസെപ്റ്റ് ഹൈറാർക്കി ഡിഫൈൻസ് എ സീക്വൻസ് ഓഫ് മാപ്പിംഗ്സ് ഫ്രം ലോവർ ലെവൽ കോൺസെപ്റ്റ്സ് ടു ഹയർ ലെവൽ കോൺസെപ്റ്റ്സ്. അതായത് സീക്വൻസ് ഓഫ് മാപ്പിംഗ്സ് ആണ്. എവിടെ നിന്ന്? ലോവർ ലെവൽ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിൽ നിന്നും ഹയർ ലെവലായിട്ടുള്ള ജനറലൈസ്ഡ് കോൺസെപ്റ്റിലോട്ട് മാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺസെപ്റ്റ് ഹൈറാർക്കി എന്ന് വിളിക്കുന്നത്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ഡേറ്റ അബ്സ്ട്രാക്ഷന് ഈ കോൺസെപ്റ്റ് ഹൈറാർക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡിങ് ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതിൽ നമ്മൾ സൂം ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും കൺട്രീസ് മൊത്തമല്ലേ കാണുന്നത്. അവിടെ എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഹൈഡ് ചെയ്തിട്ട് ഇരിക്കുമല്ലേ. ഹൈഡിങ് ഡീറ്റെയിൽസ് ഓൺലി ഷോയിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ മാത്രമാണ് നമ്മൾ സൂം ഔട്ട് ചെയ്യുമ്പോൾ കാണുന്നത്. സൂം ഇൻ ചെയ്യുമ്പോഴാണ് അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഡേറ്റ അബ്സ്ട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ബൈ എനേബിളിംഗ് യൂസേഴ്സ് ടു വ്യൂ ഡേറ്റ അറ്റ് ഡിഫറെൻറ്റ് ഗ്രാനുലാരിറ്റി ലെവൽസ്. അതായത് ഡിഫറെൻറ്റ് ലെവൽ ഡീറ്റെയിൽ ഇൻ ഡേറ്റ നമുക്ക് യൂസേഴ്സിന് കാണാൻ പറ്റും. ഇത് നോക്കിക്കേ, ഇത് ലോവർ ലെവൽ ടു ഹയർ ലെവൽ, അതായത് ഡീറ്റെയിൽ ടു ഹയർ ലെവൽ. ഇതാണ് എക്സാമ്പിളായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ആദ്യം സ്ട്രീറ്റ്, പിന്നെ സിറ്റി, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, കൺട്രി. ഇതിന് എക്സാമ്പിൾ എന്താ? ഞാനിപ്പോൾ എൻ്റെ സ്ട്രീറ്റിൻ്റെ പേര്, ഇപ്പം നിങ്ങൾ എന്താ എഴുതുക? ABC സ്ട്രീറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതുക. സിറ്റി ഏതാണ്? XYZ സിറ്റി എന്നോ. ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഞാൻ കേരള എന്ന് എഴുതിയിട്ടുണ്ട്. കൺട്രി ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത്.